നാസറുദ്ദീൻ അൽ അൽബാനിയുടെ കിതാബിൽ ഒരു ചരിത്രം പറയുന്നുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് അത് ഉദ്ധരിക്കുന്നത് എന്നാണ് അദ്ദേഹം അവിടെ കാണിക്കുന്നത്. അവിടെ ഒരു പുരോഹിതൻ ഒരുപാട് കാലം ധ്യാനം ചെയ്ത് ജീവിച്ചൊരു പുരോഹിതൻ, 40 വർഷത്തോളം 60 വർഷത്തോളം എന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ അത്രയും കാലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് ജീവിച്ച ആളാണ്. പക്ഷെ എന്താണ്, നല്ല മനുഷ്യനാണ്. അന്നത്തെ സന്യാസത്തിൽ ചീത്ത ആളുകളുണ്ട്, നല്ല ആളുകളുണ്ട്. അങ്ങനെ ഇബാദത്ത് എന്ന് പറയാം, ഇബാദത്ത് ചെയ്ത് ധ്യാനിച്ച് കുറെ കാലങ്ങൾ നീക്കിയിരിക്കുന്ന ഒരു പുരോഹിതൻ നന്മയുള്ള ആളാണ്, പുണ്യമുള്ള ആളാണ്. എല്ലാവരും കേൾക്കേണ്ട അതിമഹത്തായ ഒരു ചരിത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിൽ ഇമാം നാസറുദ്ദീൻ അൽ അൽബാനി അദ്ദേഹത്തിന്റെ കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. അദ്ദേഹം പറയുകയാണ്, ആ ധ്യാനം ഇങ്ങനെ തുടരുകയാണ് അയാൾ. ആ തുടരുന്ന സമയത്ത് ധ്യാനം നടക്കുന്ന മഠം, ആ സ്ഥലത്ത് അതിന്റെ സമീപത്ത് ഒരു സ്ത്രീ വന്ന് താമസമാക്കി. എല്ലാവരും കേൾക്കണം, സ്ത്രീകള് പ്രിയപ്പെട്ടവരെല്ലാരും ആ താമസം സ്ഥിരമാക്കി. അങ്ങനെ ആ സ്ത്രീ ഈ മനുഷ്യനെ ലക്ഷ്യം വെച്ചു. ഈ ധ്യാനിയായ 10-40 കൊല്ലം ഇബാദത്തുമായിട്ടിരുന്ന, പ്രാർത്ഥനയുമായിട്ടിരുന്ന ഈ നല്ല പുരോഹിതനെ, നല്ല മനുഷ്യനെ ആ പെണ്ണ് ടാർഗറ്റ് ചെയ്യുന്നു. അങ്ങനെ എന്താണെന്ന് പറയുക, അതിൽ അയാൾ വീണു പോവുകയും 6 ദിവസത്തോളം ആ പെണ്ണുമായിട്ട് അവിഹിതമായ ബന്ധത്തിൽ ജീവിക്കേണ്ട ഒരു സിറ്റുവേഷൻ അയാൾക്ക് വരികയാണ്. ധ്യാനമടം വിട്ട് അവളുടെ കൂടെ ജീവിക്കുന്ന ഒരവസ്ഥ വന്നു. 6 തവണകൾ അങ്ങനെ നടന്ന ശേഷം അയാൾക്ക് ബോധോദയം ഉണ്ടാവുകയാണ്. ഞാൻ വഴിവെച്ചു പോയി, എനിക്ക് പറ്റിയത് വലിയ അമളിയാണെന്ന് അയാൾ മനസ്സിലാക്കി. അങ്ങനെ അദ്ദേഹം അതിന്റെ പേരിൽ വല്ലാത്ത ബേജാറിലായി. അദ്ദേഹത്തിന്റെ ധർമ്മനിഷ്ഠ പോയതിൽ അദ്ദേഹം ബേജാറാവുകയും അദ്ദേഹം ഭയങ്കര കുറ്റബോധത്തിലായി. ഇത്രയും കാലം ദൈവവുമായി ഇങ്ങനെ സമ്പർക്കത്തിൽ ഏർപ്പെട്ട് 10-40 കൊല്ലം ധ്യാനിയായി ജീവിച്ച ഞാൻ ആ പെണ്ണിനോടൊപ്പം ചേർന്ന് ഈ പറഞ്ഞ 6 തവണകൾ അങ്ങനെ മോശമായ തിന്മയിൽ ഞാൻ ഏർപ്പെട്ടു പോയല്ലോ എന്ന ബേജാറിലായി അദ്ദേഹം. അങ്ങനെ അദ്ദേഹം ആ വീട് വിട്ടോടുകയും മറ്റൊരു ധ്യാന സ്ഥലത്ത് അദ്ദേഹം കേന്ദ്രീകരിക്കുകയും ചെയ്തു. മറ്റൊരു മഠത്തിൽ അദ്ദേഹം പോയിട്ട് ഇരുന്നിട്ട് അദ്ദേഹം ഭക്ഷണം പോലും കഴിക്കാതെ പാപമോചനത്തിൽ ഏർപ്പെട്ടു. ഭക്ഷണം പോലും കഴിക്കാതെ 3 ദിവസം അദ്ദേഹം തുടർച്ചയായി അത് തുടർന്ന് 3-ാമത്തെ ദിവസം തീരാൻ നേരത്ത് ഒരു മനുഷ്യൻ ഒരു റൊട്ടി കൊണ്ടുപോയി കൊടുക്കുകയാണ് ഈ പുരോഹിതന്. അപ്പോൾ അവിടെ ധ്യാനിക്കുന്ന പലരുമുണ്ട്. ഈ ധ്യാനിയായ മനുഷ്യൻ ആ റൊട്ടി നേർപകുതിയാക്കി തന്റെ ഇടത്തുഭാഗത്ത് ധ്യാനിച്ചിരിക്കുന്ന ഒരാൾക്കും ഒരു മിസ്കീനിനും മറ്റേ കഷ്ടം മറ്റേ മിസ്കീനിനും കൊടുത്തു. ഒരു പീസ് പോലും അദ്ദേഹം തിന്നാതെ അദ്ദേഹം കൊടുത്തു എന്നാണ്. അങ്ങനെ അത് 2 കഷ്ടമാക്കി 2 കൂട്ടർക്കും അദ്ദേഹം വീതം വെച്ചു. അങ്ങനെ ഈ ധ്യാനി പിന്നീട് മരണപ്പെടുകയാണ്. അത്രയും, അതായത് അദ്ദേഹം ഉദ്ദേശിച്ചത് അത്രയും അനുകമ്പയും ഉദാരതയും കൊണ്ട് എന്റെ ഈ പാപം പുറത്തു കിട്ടാൻ വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗമായിരുന്നു അത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഉദ്ധരിക്കുന്ന ആ വരികളിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ധ്യാനം ചെയ്ത കാലം എന്ന് പറയാൻ മാത്രമുള്ള വർഷമുണ്ട്. അദ്ദേഹം ധ്യാനം ചെയ്ത അത്രയും കാലവും ഈ ചെയ്ത 6 തിന്മകളും തമ്മിൽ എന്തു ചെയ്തു, തമ്മിൽ ഇങ്ങനെ അളന്നു നോക്കുമ്പോൾ തിന്മയാണ് വലുത് എന്ന് കണ്ടെത്തി. നഊദുബില്ലാ. ഈ 40ഓളം വർഷം ധ്യാനം ചെയ്ത ധ്യാനി, ആ ധ്യാനം ചെയ്ത ധ്യാനത്തിന്റെ നന്മയും ഈ ചെയ്തു പോയിരിക്കുന്ന മഹാപാപവും തമ്മിൽ അളന്നു നോക്കുമ്പോൾ അദ്ദേഹത്തിന് പാപം കൂടുതലായിട്ട് നിൽക്കുന്നതായിട്ട് കണ്ടു. എന്നാൽ പക്ഷേ 6 ദിവസത്തെ തിന്മയും ഈ സ്വതക്കയും ഒരുമിച്ച് നോക്കിയപ്പോൾ അയാളുടെ തെറ്റിന് മികവുണ്ട് എന്ന് കണ്ടെത്തുകയും, എന്നാൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഈ സ്വതക്ക, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം ഈ കൊടുത്തിരിക്കുന്ന സ്വതക്കയും ഈ പാപവും തമ്മിൽ തട്ടിച്ചു നോക്കുമ്പോൾ സ്വതക്ക അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിക്കേ, മനസ്സിലായില്ലേ? അവരവരുടെ വിശപ്പിനെ മാറ്റി നിർത്തിയിട്ട് അദ്ദേഹം പകുത്തു നൽകിയതിന്റെ ഉദാരതയുടെ ആഴം അദ്ദേഹത്തെ ഈ മാരകമായ തിന്മയുടെ കനം മായ്പിക്കുന്ന തരത്തിൽ, ഇല്ലാതാക്കുന്ന തരത്തിൽ അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എന്നാണ്.